ഹലോ. തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് നമ്മൾ പിന്നീട് പോയത് ഫുഡ് കഴിക്കാനാണ്. ഫുഡിൻ്റെ കാര്യം ഒന്നും പറയാനില്ല, അത്ര അലമ്പ് ഫുഡായിരുന്നു. ഫുഡ് കഴിച്ചതിന് ക്ഷീണം തീർക്കാനായിട്ട് നമ്മൾ കരിക്കും കൂടെ വാങ്ങി കഴിച്ചിട്ടുണ്ടായിരുന്നു. കരിക്ക് വാങ്ങാൻ പോയപ്പോൾ ചേട്ടൻ ഒരു 3-4 ചോദ്യമാണ്. കാമ്പുള്ളത് വേണോ, കാമ്പില്ലാത്തത് വേണോ, വെള്ളമുള്ളത് വേണോ, അങ്ങനെ എന്തൊക്കെയൊക്കെയോ ചോദിച്ചു. അവസാനം എങ്ങനെയൊക്കെയോ പറഞ്ഞൊപ്പിച്ച് നമ്മളൊരു കരി വാങ്ങി കരിക്കിൻ്റെ ഉള്ളിലത്തെ സാധനമൊക്കെ കഴിച്ചു. നല്ല രസമുണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് പച്ചക്കറികൾ വാങ്ങാനുണ്ടായിരുന്നു. അവിടെ വന്നപ്പോഴാണ് ഈ ഒരു കൊല കണ്ടത്. നല്ല അടിപൊളി കൊല. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ എണീറ്റ് വന്നപ്പോൾ തന്നെ ഈ ഒരു കാഴ്ചയാണ് കാണുന്നത്. നല്ല രസമുണ്ടായിരുന്നു. ഇങ്ങനെ സൂര്യനൊക്കെ ഉദിച്ച് വരുന്ന സമയത്ത് കുറച്ച് നേരത്തെ എണീറ്റുണ്ടായിരുന്നു. പിന്നെ പുറത്തേക്കൊക്കെ ഇറങ്ങി ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ നോക്കി നടന്നു. ഇപ്പുറത്ത് നോക്കുന്ന സമയത്ത് അവിടെ ഇരുമ്പൻ പുളിൻ്റെ മരമുണ്ട്, പക്ഷെ പൂവിട്ടിട്ടില്ല. അതുപോലെ തന്നെ കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞ പോലെ ചാമ്പയ്ക്കയും നന്നായിട്ട് പൂവിട്ടിട്ടുണ്ട്. ഇത് വലിയ ചാമ്പയ്ക്കയാണ്, പക്ഷെ പൂവേ ഇട്ടിട്ടുള്ളൂ. ഇനി ആയി വരെ ഇത്തിരി കൂടെ സമയം എടുക്കും തോന്നുന്നു. അച്ഛനോട് ഞാൻ ആവുമ്പോൾ എനിക്ക് കൊണ്ടുവരണമെന്ന് പറഞ്ഞിട്ടുണ്ട്. തെങ്ങിൻ്റെയൊക്കെ ഫോട്ടോ എടുത്ത് ചുമ്മാ മുറ്റത്ത് കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും ഫുഡായിട്ടുണ്ടായിരുന്നു. പുട്ടും കടലയായിരുന്നു. അതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി ഞാൻ എറണാകുളത്തേക്ക് പോവുകയാണ്. പോകുന്ന വഴിക്ക് ഇതുപോലെ തന്നെ ഒരു കരിക്ക് കുടിച്ചു. ഇവിടെ എത്തുമ്പോഴുള്ള ചൂട് എനിക്ക് പറ്റുന്നില്ല. അങ്ങനെ കരിക്കൊക്കെ കുടിച്ച് പോകുന്ന വഴിക്കാണ് DIYൻ്റെ വലിയൊരു ഷോപ്പ് കണ്ടത്. ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നില്ല ആ ഒരു സമയത്ത്. പിന്നെ പോകുന്ന വഴിക്ക് ഒരു വീടിൻ്റെ ഫ്രണ്ടിലുള്ള മാവിൽ ഒരുപാട് മാങ്ങ നിൽക്കുന്ന കണ്ടു. അത്യാവശ്യം മൂക്കാൻ തുടങ്ങി ഇവിടെയൊക്കെ മാങ്ങ. പിന്നെ മെല്ലെ നടന്ന് റെയിൽവേ സ്റ്റേഷനിലെത്തി. പോണ വഴിക്കാണ് കുറച്ച് കൊങ്ങിണി ചെടിയൊക്കെ കണ്ടത്. റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഒരുപാട് ലേറ്റായിട്ടാണ് ട്രെയിനിനെത്തിയത്. എനിക്കൊന്ന് 1 മണിക്കൂറിനടുത്ത് ട്രെയിൻ ലേറ്റായിരുന്നു. പരശുറാമായിരുന്നു ബുക്ക് ചെയ്തത്. എറണാകുളത്ത് എത്തിയപ്പോഴേക്കും വിശന്നങ്ങ് എത്തിയായിരുന്നു. സമൃദ്ധിയിൽ പോയൊരു ചോറും കൂടെ കഴിച്ചു. അപ്പോൾ അത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവരും ഹാപ്പി ആയിട്ടും സേഫായിട്ടും ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു.